നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 796th day. Today 18th sloka of Pradhama Skandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 796 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. കുന്തിദേവിയുടെ സ്തുതി ഇവിടെ ആരംഭിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ഓം തത്സത്. 8ാം അധ്യായത്തിലെ പ്രഥമസ്കന്ധത്തിലെ 8ാം അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. കുന്ത്യുവാച നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ഓം തത്സത്. കുന്ത്യുവാച നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരേ അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് നമസ്യേ പുരുഷം ത്വാം ആദ്യം ഈശ്വരം. ത്വാദ്യം ഈശ്വരം എന്നുള്ളത് ത്വാം. ത്വാ ആദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹി അവസ്ഥിതം. 3 വാക്കായിട്ട് സകല ഭൂതാനാം അന്തർബഹിരവസ്ഥിതം എന്നുള്ളത് സർവഭൂതാനാം അന്തർബഹി അവസ്ഥിതം. അർത്ഥം നമസ്യേ നമസ്കരിക്കുന്നേൻ. സർവഭൂതാനാം സകല ഭൂതങ്ങളുടെയും അന്തർബഹി ഉള്ളിലും പുറത്തും അവസ്ഥിതം സ്ഥിതി ചെയ്യുന്നവനും അലക്ഷ്യം കാണപ്പെടുവാൻ കഴിയാത്തവനും പ്രകൃതിയിൽ നിന്ന് പരം വേറിട്ടവനും പ്രകൃതിയല്ലാത്തവനും ഈശ്വരം നിയന്താവും പുരുഷം പരിപൂർണനും ആദ്യം ആദിയിലുള്ളവനുമായ ത്വാ അങ്ങയെ നമസ്യേ നമസ്കരിക്കുന്നേൻ. അതായത് സകല പ്രാണികളുടെയും കുന്തി പറഞ്ഞു സകല പ്രാണികളുടെയും ഉള്ളിലും പുറത്തും ഇരിക്കുന്നവനാണെങ്കിലും ആരാലും കാണപ്പെടാൻ കഴിയാത്തവനും പ്രകൃതി കാര്യങ്ങളിൽ ഉൾപ്പെടാത്തവനും പ്രകൃതിയെയും പ്രകൃതി കാര്യങ്ങളെയും അതാത് കാര്യങ്ങളിൽ ഏർപ്പെടുത്തി വേണ്ടവിധം നിയന്ത്രിക്കുന്നവനും എങ്ങും നിറഞ്ഞവനും ആദ്യനും ആയ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നേൻ. അത്യുത്തമമായ അർത്ഥമുള്ള ഒരു ശ്ലോകമാണിത്. സകല പ്രാണികളുടെയും ഉള്ളിലും പുറത്തും ആ ഭഗവാനാണ്. എന്നാൽ ആ ഭഗവാനെ നമുക്ക് കാണുവാനും സാധിക്കുകയില്ല. സൂക്ഷ്മസ്വരൂപിയാണ്. സ്ഥൂലവുമാണ് സൂക്ഷ്മവുമാണ്. പ്രകൃതി കാര്യങ്ങളിൽ ഉൾപ്പെടാത്തവനാണ്. എന്നാൽ പ്രകൃതി കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ആ ഭഗവത് കൃപ വേണം. അത് എല്ലാറ്റിനെയും വേണ്ട വിധം നിയമിക്കുന്നതും നിയന്ത്രിക്കുന്ന ഒരു പൂ വിരിയുന്നത് പോലും ആ കൃപ കൊണ്ടാണ്. ഒരു പുല്ല് മുളയ്ക്കണമെങ്കിലും ആ കൃപ വേണം. പ്രകൃതി കാര്യത്തിൽ ഉൾപ്പെടാത്തവനും എന്നാൽ പ്രകൃതിയിൽ എല്ലാം നടക്കണമെങ്കിൽ ആ ഭഗവാന്റെ നിയമങ്ങളുള്ള ഭഗവാന്റെ നിയന്ത്രണത്തോടു കൂടി മാത്രമേ പ്രകൃതി നടക്കുകയുമുള്ളൂ. അപ്രകാരവും ഉള്ള പ്രകൃതിയെയും പ്രകൃതി കാര്യങ്ങളെയും അതാത് കാര്യങ്ങളിൽ ഏർപ്പെടുത്തി വേണ്ട വിധം നിയമിക്കുന്നവനും എങ്ങും നിറഞ്ഞിരിക്കുന്നവനും ആദ്യമായിട്ടുള്ളതും എപ്പോഴും ഉള്ളതും മാത്രം ആദ്യനുമായിട്ടുള്ള അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നേൻ എന്ന് പറഞ്ഞുകൊണ്ട് കുന്തിദേവി തൻ്റെ സ്തുതി ആരംഭിക്കുകയാണ്. സർവഭൂതങ്ങളുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നവനും ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്നവനും
കാണപ്പെടാൻ കഴിയാത്തവനും ആണ് ആ ഭഗവാൻ. അപ്രകാരമുള്ള ഭഗവാൻ, അസൂക്ഷ്മ സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ പ്രകൃതിയുടെ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടുന്നില്ല. എന്നാൽ പ്രകൃതി തൻ്റെ പ്രവർത്തനം ചെയ്യണമെങ്കിൽ ഭഗവാന്റെ നിയന്ത്രണവും ഭഗവാന്റെ നിയമങ്ങളും ഉണ്ടായേ തീരൂ. അപ്രകാരവും ഉള്ള പ്രകൃതി കൈയെയും പ്രകൃതി കാര്യങ്ങളെയും അതാത് കാര്യങ്ങളിൽ ഏർപ്പെടുത്തുന്നവനും വേണ്ടവിധം നിയന്ത്രിക്കുന്നവനും എങ്ങും നിറഞ്ഞിരിക്കുന്നവനും, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നത് അഭഗവത് സ്വരൂപമാണ്. അത് കണ്ണുകൊണ്ട്, അതായത് കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ഉള്ളുകൊണ്ട് വളരെയധികം സാധന ചെയ്താൽ ഉള്ളുകൊണ്ട് അനുഭവിച്ചറിയുവാൻ അനുഭവവേദ്യം മാത്രമാണ് ഭഗവാൻ. ആ അനുഭവവേദ്യമായിട്ടുള്ള ഭഗവാൻ ഉള്ളുകൊണ്ട് നാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതെല്ലാം ഭഗവാനാണെന്ന് മനസ്സിലാവുകയും ഓം തത് സത് എന്നുള്ള അതിൻ്റെ എല്ലാം അവിടുന്നാണ്, അവിടുന്നല്ലാതെ വേറെയൊന്നുമില്ല, ഞാനും അവിടുന്നും തമ്മിൽ ഭേദമില്ല എന്നുള്ള ആ ബോധം വരികയും അതിനാണ് നമ്മൾ ബോധോദയമുണ്ടായി അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമുണ്ടായി എന്ന് പറയുന്നത്. ആ ആത്മാവിനെ, പരമാത്മാവിനെ തന്നെയാണ് സർവത്തിലും കുടികൊള്ളുന്ന ആത്മാവ് എന്നുള്ള വായിക്കൊണ്ട് പറഞ്ഞാൽ പോരാ, നമുക്കത് ഉള്ളിൽ അനുഭവവേദ്യമാകണം. അത് ആർക്കും ഒരാൾക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത സാധനമാണ്. സ്വന്തം അനുഭവത്തിലൂടെ, സ്വന്തം ഉള്ളിലൂടെ അറിയുവാൻ മാത്രമേ അത് സാധിക്കുകയുള്ളൂ, അനുഭവിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അനുഭവം ആകണമെന്നുമില്ല, അനുഭവിച്ചില്ല എന്ന് പറയുന്നത് കൊണ്ട് അനുഭവവേദ്യം ആയിട്ടില്ല എന്നുമില്ല. അപ്രകാരം ആ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞവരെയാണ് നാം ആത്മസാക്ഷാത്കാരം നേടിയവർ, ബോധോദയം നേടിയവർ എന്ന് പറഞ്ഞ് പിന്നീട് അവരെ എല്ലാവരും വന്ദിക്കാൻ കാരണം അവർക്ക് ഞാനെന്നോ നീയെന്നോ ഉള്ള ഭാവം ഉണ്ടായിരിക്കുകയില്ല. അപ്രകാരമുള്ള ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നേൻ എന്ന് പറഞ്ഞുകൊണ്ട് കുന്തിദേവി തൻ്റെ സ്തുതി ആരംഭിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. കുന്ത്യുവാച നമസ്യേ പുരുഷം താദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.